where the mind is without fear, where the stream of reason has not lost its way in spite of the dreary desert. Into that heaven of kingdom, my Lord, lead my country and let me awake. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായി കുറിച്ച വരികളാണിത്. നട്ടലുള്ളൊരു യുവത്വവും ഊർജ്ജസ്വലവും ഒരിക്കലും തലകുനിക്കാത്ത ഒരു ശിരസ്സുമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് നീങ്ങൂ എന്ന് പഠിപ്പിച്ച ടാഗോർ. ഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നത്തെ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുള്ള 2 അതിഥികൾ ആ ജനസിൽപ്പെട്ടതാണ്. ആദ്യത്തേത് ഡോക്ടർ പ്രശാന്ത് നായർ, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞു. അടുത്ത നമ്മുടെ കൂടെയുള്ളത് മറ്റാരുമല്ല, 2013 അഖിലേന്ത്യാ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 2ാം റാങ്ക്, ജനങ്ങളോടൊപ്പം ജനമനസ്സുകളുടെ കൂടെ എന്ന് നിന്നിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റ്. എല്ലാത്തിലും ഉപരി നമ്മുടെ സ്വന്തം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 2004 MBBS ബാച്ചിൽ പാസ് ഔട്ടായ നമ്മുടെ സ്വന്തം ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ IAS. സാർ, ചോദിക്കുന്ന ഒരു ലൈറ്റർ നോട്ട് തന്നെ നമുക്ക് തുടങ്ങാം. സാറിന് എപ്പോഴും കുറേ ഇൻ്റർവ്യൂസ് നമുക്ക് കാണാറുണ്ട്. യൂഷ്വലി മീഡിയാസിനോടും അല്ലെങ്കിൽ മാധ്യമങ്ങളോടുമാണ് ഇൻട്രാക്ഷൻ എപ്പോഴും സാറ് കൂടുതൽ നടത്തി കാണുന്നത്. അപ്പോൾ 7 വർഷം മുമ്പ് കോൺവക്കേറ്റ് ചെയ്തിറങ്ങിയ അതേ കോളേജിൽ തിരിച്ച് ഒരു വരവ്, ഒരു ജൂനിയർ ബാച്ചിൻ്റെ കോൺവക്കേഷന് വേണ്ടി സാറ് അതിനെങ്ങനെ നോക്കിക്കാണുന്നു? മറ്റുള്ള ഇൻ്റർവ്യൂവിൽ നിന്ന് ഇതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? അല്ല, 7 കൊല്ലം കഴിഞ്ഞുള്ള തിരിച്ചു വരവൊന്നുമില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോം എൻ്റെ 2 ബാച്ച്മേറ്റ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയുമായിരുന്നു, ഒരു 2 മാസം മുമ്പ് ഞാൻ വന്നിരുന്നു ഇതേപോലെ. അപ്പോൾ പക്ഷെ വരുന്നത് ബാച്ച്മേറ്റ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കാണാനായിട്ട് ഇടയ്ക്ക് ട്രിവാൻഡ്രത്ത്. ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ട്രിവാൻഡ്രത്താണ്, നേരത്തെ പല സ്ഥലങ്ങളിലായിരുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഏതെങ്കിലും മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാനും ഇവിടെ മെഡിക്കൽ കോളേജ് വരാറുണ്ട്, സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ കഴിഞ്ഞ 2 മാസം മുമ്പ് വന്നപ്പോൾ ഇവിടെ വന്ന മാറ്റങ്ങളൊക്കെ, കുറേ ബ്രിഡ്ജുകളും ഒക്കെ വന്നു, എല്ലാം ഓടി നടന്ന് കണ്ടു. അപ്പോൾ പക്ഷേ ഒരു പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് എന്താ പറയുക, ഒരു ഫോർമൽ സെറ്റിങ്ങിൽ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്ട്രേഞ്ച് ഫീലിംഗ് ആണ്. കാരണം ഇതേ ഓഡിറ്റോറിയത്തിൽ പരീക്ഷകളായാലും നമ്മുടെ ആർട്സ് പരിപാടികളായാലും അവസാനം നമ്മുടെ എന്താ പറയുക, ഫസ്റ്റ് നമ്മുടെ വെൽക്കം പരിപാടി തൊട്ട് അവസാനത്തെ കോൺവക്കേഷൻ വരെയുള്ള എല്ലാം നമ്മുടെ ലൈഫിൻ്റെ ഒരു വലിയ ഭാഗം കടന്നു പോയിരിക്കുന്ന ഇതേ ഓഡിറ്റോറിയത്തിലാണ്. പക്ഷെ ഒരിക്കലും ഇപ്പുറത്തെ എൻഡിൽ ഇരിക്കേണ്ടി വന്നിട്ടില്ല. എപ്പോഴും ഞങ്ങൾ ഓഡിയൻസിൻ്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, വല്ല ഡാൻസിൻ്റെയോ പാട്ടിൻ്റെയോ ഒക്കെ ഭാഗമായി അവിടെ കയറിയതല്ലാതെ. പക്ഷെ ഒരു ഫോർമൽ സെറ്റിങ്ങിൽ ഈ സ്റ്റേജിലിരുന്ന് നമ്മുടെ തന്നെ ആളുകളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്ട്രേഞ്ച് ഫീലിംഗ് ആണ്. പക്ഷെ അതേസമയം തന്നെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ലോകത്തിൽ എവിടെയൊക്കെ നമുക്ക് അംഗീകാരം കിട്ടിയാലും നമ്മുടെ സ്വന്തം വീട്ടിൽ കിട്ടുന്ന അംഗീകാരം പോലെ ആവില്ലല്ലോ. സാർ ഈ കോളേജ് ലൈഫിനെ പറ്റി പറയുണ്ടായി. സാർ അറിഞ്ഞിടത്തോളം വളരെ ആക്റ്റീവായിരുന്നു, ഈ കലാപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കുറച്ച് ആക്റ്റീവായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കോളേജിനെ കുറിച്ച് ഓർക്കുമ്പോൾ സാറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്തായിട്ടാണ് സാറിന് തന്നെ തോന്നുന്നത്? ഇപ്പോൾ വേറെ പല വേദികളിലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോൾ നമ്മളെ പറ്റി തന്നെ വലിയ ഗംഭീരമായൊരു ഇമേജ് പ്രൊജക്റ്റ് ചെയ്യും, നമ്മളും ആളുകളും. പക്ഷെ അതേ പരിപാടി സ്വന്തം കോളേജിൽ വന്നിട്ട് ചെയ്യുന്നത് ഇച്ചിരി ബോറാണ്. കാരണം ശരിക്കും ഞാൻ എൻ്റെ കൂടെ പഠിച്ച് അതേ സമയത്ത് വളർന്ന അതേ ബാച്ചിലുള്ള ആളുകളും ഒക്കെ, അല്ലെങ്കിൽ ജൂനിയേഴ്സും സീനിയേഴ്സും ഒക്കെ ഇവിടെ ഉണ്ട്, പഠിപ്പിച്ച സാറുമാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് വീണ്ടും ഞാൻ ഗംഭീരമായിരുന്നു എന്നൊക്കെ തള്ളേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു നോർമൽ കോളേജ് ലൈഫായിരുന്നു. ഒരു ഭയങ്കര ആക്റ്റീവോ അല്ലെങ്കിൽ ക്ലാസ്സിലെ ഏറ്റവും കിടിലമായ പയ്യൻ, ഏറ്റവും ആക്റ്റീവായ പയ്യൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു തെറ്റാണ്. കാരണം നമ്മളെക്കാളൊക്കെ ഒരുപാട് ഗംഭീരമായ ആളുകൾ എൻ്റെ ബാച്ചിലൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും, പഠിത്തത്തിൻ്റെ കാര്യമായാലും ആർട്സിൻ്റെ കാര്യമായാലും സ്പോർട്സിൻ്റെ കാര്യം, എല്ലായിടത്തും ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരാൾ എന്ന് മാത്രമേ ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കോളേജിലെ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്തായിരുന്നു വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒരു പ്രത്യേക ഒരു പ്ലേസ് ഒന്നും എനിക്കില്ലായിരുന്നു. ബാക്കിയുള്ള 200 പേരിൽ മെജോറിറ്റി ആളുകളെ പോലെ തന്നെ ആ ഒഴുക്കിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന, എന്നാൽ എന്താ പറയുക, എല്ലാത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരാളല്ല, എല്ലാത്തിലും ഇടപെട്ടുകൊണ്ട് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് കോളേജ് ലൈഫ് എൻജോയ് ചെയ്തൊരു സാധാരണ ജീവിതം, അത്രയേ ഉള്ളൂ. ഈ കോളേജ് ലൈഫ്, അതായത് സാർ 5 കൊല്ലം MBBS പഠിച്ച ശേഷമാണ് സാറ് PG എൻട്രൻസ് എഴുതി, ചൂടുകൊണ്ടാണ് PG എൻട്രൻസ് എഴുതി ജനറൽ മെഡിസിനിൽ PG നേടിയ ശേഷമാണ് സിവിൽ സർവീസ് കിട്ടുന്നത്. സിവിൽ സർവീസ് കിട്ടി അതിലോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ചോദിക്കാൻ വന്നത്,
സാറ് തന്നെ പണ്ട് ഇൻ്റർവ്യൂസിനൊക്കെ പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ ഒരു വലിയ സുഹൃത്ത് വലയുണ്ട്. അവരുടെ ഒരു മീൻസ് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി, അതായത് ഓരോ കാര്യങ്ങൾ തന്നെ തോട്ട്സും അല്ലെങ്കിൽ നോളജും ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ IAS എന്നൊരു 3 അക്ഷരങ്ങൾ കൂടെ കിട്ടിയിട്ടുള്ളതെന്ന്. എത്രത്തോളം ഈ സുഹൃത്ത് വലയം സാറിന് ഈ ഒരു മെറ്റിക്കുലസ് ടാസ്ക് ക്ലിയർ ചെയ്യുന്നതിന് സഹായിച്ചിട്ടുണ്ട്? സുഹൃത്ത് വലയം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നു അത് എനിക്ക് നമുക്കെല്ലാം കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് എൻ്റെ കേസിൽ എനിക്ക് ധൈര്യമായിട്ട് പറയാം, താങ്കൾ പറഞ്ഞതുപോലെ MBBS കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ സ്കൂളിലൊക്കെയാണ്, അവിടെ അത്രയും അവിടെയും ഉണ്ടായിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് MBBSൻ്റെ ആ ഒരു 6 വർഷവും അതിനുശേഷം വന്ന നിങ്ങൾ പറഞ്ഞു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞൊന്നുമില്ല, ജസ്റ്റ് കയറിയതേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും സിവിൽ സർവീസിലേക്ക് മാറി. അപ്പോൾ പ്രത്യേകിച്ച് PG എടുക്കുന്ന സമയത്തും അതേപോലെ തന്നെ സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷൻ സമയത്തൊക്കെയാണ് ഈ പറഞ്ഞ ഒരു സുഹൃത്ത് വലയം ശരിക്കും ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായി വന്നത്. കാരണം ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഓഫ് പഠിത്തമുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ താമസിച്ചത് LMS എന്ന് പറഞ്ഞ ഹോസ്റ്റലിലാണ്. ഞാൻ കോളേജ് ഹോസ്റ്റലിൽ നിന്ന ഒരാളല്ല. അപ്പോൾ LMSലും ഇതേപോലെ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ ഒരുമിച്ചിരുന്ന് പഠിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ. അപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും റൈറ്റ് ഫ്രം കമ്പൈൻഡ് സ്റ്റഡി തൊട്ട് എല്ലാ കാര്യത്തിലും നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഭാഗമായിരുന്നത് സുഹൃത്തുക്കളാണ്. അത് അന്നും ഇന്നും അതേപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തുടരുന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അവരായിരുന്നു ഒരു പക്ഷേ, അല്ലെങ്കിൽ അവരാണ് നമ്മുടെ ഇഫ് യു ക്യാൻ കോൾ ദീസ് അച്ചീവ്മെൻറ്റ്സ്, ആ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ എന്ന് ഞാൻ ഒറ്റ ഇതിൽ വിശേഷിപ്പിക്കുന്നത് പേരൻസിനെയോ ടീച്ചേഴ്സിനെയോ ഒന്നുമല്ല, സുഹൃത്തുക്കളെയാണ്. കാരണം അവരുള്ളത് കൊണ്ട് മാത്രമാണ് വാട്ട് എവർ ഐ ബിക്കം ഇൻ ലൈഫ്, ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് മൈ ഫ്രണ്ട്സ്. അതിനകത്ത് സംശയമൊന്നുമില്ല. തിങ്കിങ് ബാക്ക്, ഒരു MBBS ലൈഫ് ചൂസ് ചെയ്തു, അതിൽ നിന്ന് പിന്നീട് സിവിൽ സർവീസിലോട്ട് മാറി, ഇനി റിഗ്രറ്റ്സ്? ഒരിക്കലുമില്ല. അത് ബേസിക്കലി അതൊരു ഇമോഷണൽ ഡിസിഷൻ ഒന്നും അല്ലായിരുന്നു. ചുമ്മാ സിവിൽ സർവൻസിനെ മറ്റുള്ളവരെ കണ്ട് എനിക്ക് അതുപോലെ ആവണമെന്ന് വിചാരിച്ചിട്ട് ചാടി കയറി എടുത്തൊരു തീരുമാനമൊന്നുമല്ല. വളരെ വെൽ തോട്ട് ഔട്ടായിട്ട്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം MBBS കഴിഞ്ഞാൽ ഒരു PG സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ PG എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിൽ പലർക്കും ഈ ഒരു ഓൾട്ടർനേറ്റ് റൂട്ട്സ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരു തോട്ട് പലർക്കും ഉണ്ടായി കാണും. അപ്പോൾ ഏറ്റവും നന്നായി പഠിക്കുന്നവർ തീർച്ചയായും PG കിട്ടും എന്നുള്ളവർക്ക് കുഴപ്പമില്ല. ബാക്കി എല്ലാവരുടെയും മനസ്സിൽ ഇതല്ലെങ്കിൽ വേറെ വല്ല ഓപ്ഷൻ ഉണ്ടോ എന്നൊരു ചോദ്യം മനസ്സിൽ വന്നു കാണും. അപ്പോൾ അങ്ങനെ വന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിൽ ഒന്നായിട്ട് വന്നതാണ് സിവിൽ സർവീസ്. എൻ്റെ ബാച്ചിൽ തന്നെ സമീരൻ എന്ന് പറഞ്ഞ എൻ്റെ IAS ബാച്ചിൽ സീനിയറാണ്, 1 വർഷം സീനിയറാണ്. അദ്ദേഹം പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് എൻ്റെ ബാച്ചിൽ, ആ കുട്ടി അപ്പോൾ കുറേ പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പുറത്തും എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടാണ് PG എന്തായാലും PG വലിയ ബുദ്ധിമുട്ടാണ്, കിട്ടാനൊക്കെ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ ഒരു 50% ചാൻസേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, പ്ലസ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ആപ്റ്റിറ്റ്യൂഡ്, അതിനോടൊരു ഇൻക്ലിനേഷൻ, ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡാണല്ലോ മെഡിസിനും. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റ് ഫീൽഡുകളിൽ നിന്ന് വരുന്നവരെ പോലെ ഒരു വലിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു എൻറ്റയർലി ഡിഫറൻറ്റ് സാധനമൊന്നുമല്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ രീതിയിലുള്ള തോട്ട് പ്രോസസ്സും അതേ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഹൗസ് ഏജൻസിയൊക്കെ ചെയ്തവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ത് ഡിഫിക്കൽട്ടാണ് നമ്മുടെ ലൈഫിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൻ്റെ എത്ര ശതമാനമാണ് നമ്മൾ ജോലിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. സോ യു കാൻ റിയലി കോൾ ഇറ്റ് ഒരു ഭയങ്കര ഒരു സാക്രിഫൈസ് ആയിട്ടൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. സാറിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഒരു സിവിൽ സർവൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. ഡോക്ടേഴ്സ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഹൂ ഡു യു തിങ്ക് വുഡ് ബി എ ബെറ്റർ സോഷ്യൽ റിഫോമർ? സാമൂഹിക പ്രതിബദ്ധത കൂടുതലുള്ളത് ഒരു ഡോക്ടറിനായിരിക്കുമോ അതോ ഒരു സിവിൽ സർവൻ്റായിരിക്കും? എല്ലാ മനുഷ്യർക്കും ഒരുപോലെ വേണം എന്നുള്ളൊരു കാര്യമാണല്ലോ ഈ സാമൂഹിക പ്രതിബദ്ധത. ഞാനൊരു ഡോക്ടറായതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉണ്ടാവണമെന്നോ, ഓഫ്കോഴ്സ് കൂടുതൽ ഉണ്ടായാൽ നല്ലതാണ്, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അത് ഏതൊരു മനുഷ്യനായാലും കൂടുന്തോറും നല്ലതാവുന്നൊരു കാര്യമാണ്. പക്ഷേ അതർവൈസ് ഐ വുഡ് കൺസിഡർ all human beings should have the equal amount of inclination towards serving society. അതിനകത്ത് സംശയമൊന്നുമില്ല. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്,
അതിനകത്ത് ആക്ച്വലി കൂടുതൽ ഒരു സോഷ്യൽ റെൽമിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സർവീസ് ചെയ്യണം എന്ന് ഒരു ഇൻക്ലിനേഷനുള്ള ആളുകളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഡോക്ടർമാരാവുന്നതും സിവിൽ സർവൻസ് ആവേണ്ടതും ഒക്കെ. അപ്പോൾ ബൈ ദ മിയർ ഫാക്ട് ദറ്റ് യു ആർ എ ഡോക്ടർ, ഓർ ബൈ ദ ഫാക്ട് ദറ്റ് യു ആർ പാർട്ട് ഓഫ് ദ സിവിൽ സർവീസ്, ദറ്റ് യു ആർ എൻ IAS ഓഫീസർ, ആ ഒരു ഫാക്ട് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു സോഷ്യൽ ഇൻക്ലിനേഷൻ കൂടുതലാണെന്നുള്ളതിന് വേറെ തെളിവൊന്നും വേണ്ട. ബട്ട് ഡോക്ടർമാരുടെ ഇടയ്ക്കും IASകാരുടെ ഇടയ്ക്കും കമ്പയർ ചെയ്യുവാണെങ്കിൽ ആർക്കാ കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ ദാറ്റ് ക്വസ്റ്റ്യൻ ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ആൻസർ. അത് എന്താ പറയുക, ബിക്കോസ് യു ഹവ് ഓൾറെഡി ടേക്കൺ ദ ഡെസിഷൻ. നമ്മൾ ഡോക്ടർ ആവാൻ തീരുമാനിച്ചു, നമ്മൾ ഡോക്ടറായി. ഇനി ആ ഒരു സാമൂഹിക പ്രതിബദ്ധത ഇല്ലാതെ പോയാൽ ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് തിങ്. അല്ലെങ്കിൽ ഒരു IASകാരനായി അല്ലെങ്കിൽ IPSകാരനായി ആയിപ്പോയി, അതിനുശേഷം വന്നിട്ട് എനിക്ക് ആ ഒരു സോഷ്യൽ സർവീസിനുള്ള ഇൻക്ലിനേഷൻ ഇല്ലാത്തൊരവസ്ഥ ഭയങ്കര ഡേഞ്ചറസാണ്. സോ ബിക്കോസ് യു ആർ ഓൾറെഡി ഇൻ ദിസ് ഫീൽഡ് നൗ ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇറ്റ് ഇസ് ബെറ്റർ ദറ്റ് യു ഡെവലപ്പ് ദറ്റ് ആ ഒരു സോഷ്യൽ ഇൻക്ലിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൽ വലിയ പ്രസക്തിയില്ല. ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഈ സാറിൻ്റെ ഇപ്പോഴത്തെ ഒരു IAS എന്നുള്ള ഒരു ഇതിൽ എന്തെങ്കിലും ഗുണകരമായി വന്നിട്ടുണ്ടോ? ഒരു ആഡഡ് അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടോ? ഒരു ഡോക്ടർ ആണെന്നുള്ളത് സാറിന് ഏതെങ്കിലും ഒരു ഫീൽഡിൽ മീൻസ് ഈ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായും. ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടേതുപോലത്തെ ഒരു സെറ്റിങ്ങിൽ പഠിച്ച ഒരാൾ, ഐ വുഡൻ സേ ദ സെയിം തിങ് അബൌട്ട് എവറി മെഡിക്കൽ കോളേജ്, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷേ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പോലെ ഇത്രയും വർഷത്തെ ഹിസ്റ്ററി ഉള്ള, അല്ലെങ്കിൽ വർക്ക് വൈസ് ഓൾസോ ഇത്രയ്ക്ക് ഒരു ഹെവിലി ലോഡഡ് വർക്കിലൂടെ കടന്നുപോയ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് സിവിൽ സർവീസ് അല്ലെങ്കിൽ IASലേക്ക് വന്നിട്ട് ഫീൽഡിൽ പോയി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ it is much easier than what I was doing in my house surgency or during my PG days. ആ സമയത്ത് ചെയ്ത വർക്ക് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഹാർഡ്ലി എ 10th of what I did then. അതുകൊണ്ട് തിങ്സ് ഹവ് ബിക്കം മച്ച് ഈസിയർ. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ നമ്മുടെ ഓഫീസിൽ വരികയാണ്. ഓക്കെ, അപ്പോൾ അയാളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ബേസിക്കലി ഇറ്റ് ഇസ് സംതിങ് വെരി കമ്പയറബിൾ ടു മെഡിസിൻ. അയാളൊരു ക്ലിനിക്കൽ ഇൽനെസ്സുമായിട്ടല്ല വരുന്നത്, ബട്ട് ഇറ്റ്സ് എൻ ഇൽനെസ് ഓഫ് എ ഡിഫറെൻറ്റ് സോർട്ട്. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലമായിട്ട് വരുന്ന ഒരാളുടെ പ്രോബ്ലം അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫീൽഡ് ലെവലിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ IAS ഓഫീസേഴ്സും ഇപ്പോൾ പ്രശാന്ത് സാറ് പറഞ്ഞതുപോലെ ഒരു സബ് കളക്ടർ എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ കളക്ടർ എന്നുള്ള നിലയ്ക്കോ നമ്മുടെ ഒരു വലിയ പാർട്ട് ഓഫ് അവർ ജോബ് ഇസ് ടു ഹാൻഡിൽ പെറ്റീഷനേഴ്സ്. അത് മാത്രമാണെന്നല്ല പറയുന്നത്, ഹാൻഡിൽ പെറ്റീഷനേഴ്സ് ഡയറക്ട്ലി ഓർ ഹാൻഡിൽ സർവീസസ് അറ്റ് ദി എൻഡ്, എൻ്റെ ഡെലിവറി എൻഡിലുള്ള ആ ഒരു സർവീസിൻ്റെ ലാസ്റ്റ് മൈൽ ഡെലിവറി എൻഷുർ ചെയ്യലാണ് നമ്മുടെ ജോലി. അപ്പോൾ ആളുകളുമായിട്ടുള്ള നേരിട്ടുള്ള ഇൻട്രാക്ഷൻ ബൈ വെർച്യു ഓഫ് ബീയിങ് എ ഡോക്ടർ ഭയങ്കര ഈസിയാണ്. അല്ലെങ്കിൽ ആളുകളുടെ പ്രോബ്ലംസ് അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കേസ് ടേക്കിംഗ് പോലെ തന്നെയാണ്. ഈവൻ ദോ ഇറ്റ്സ് നോട്ട് ആസ് റിജിഡ് ഓർ ആസ് സ്ട്രക്ചേർഡ് ആസ് എ ക്ലിനിക്കൽ കേസ് ടേക്കിംഗ്, ഏറെക്കുറെ ഒരാളുടെ അടുത്ത് സംസാരിച്ച് അയാളുടെ പ്രോബ്ലങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ആൾ ഡോക്ടർ തന്നെയാണ്. അപ്പോൾ ആ ഒരു അക്യുമെൻ, ആ ഒരു സ്കില്ല് ഉണ്ട് എന്ന് പറയുന്നത് ഒരു സിവിൽ സർവൻ്റ്, ഒരു IASകാരനെ സംബന്ധിച്ച് ഒരു ഭയങ്കര അഡ്വാൻറ്റേജാണ്. ആളുടെ അടുത്ത് സംസാരിച്ച് പെട്ടെന്ന് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അയാളുടെ പ്രോബ്ലം ആക്ച്വലി ടു ദ പോയിന്റ്, ആക്ച്വലി ഇതുമല്ല, ഇതാണ് ആക്ച്വൽ പ്രോബ്ലം, ഇതെല്ലാം ഒരു കൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് ആണെന്നുള്ളത് തിരിച്ചറിവ് പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പം ആ ഒരു രീതിയിൽ അറ്റ്ലീസ്റ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര നല്ലതാണ്. ബട്ട് ഓൾസോ നമ്മൾ കുറച്ചുകൂടി ഒരു ഹയർ ലെവലിൽ, ഇപ്പം ഞാൻ ഇരിക്കുന്ന ലെവലിൽ വരുമ്പോൾ തന്നെയും ഒരു IAS ഓഫീസറിൻ്റെ ജോലിയുടെ ഒരു വലിയ ഭാഗം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റാണ്. ഹി ഷുഡ് ബി എ ഗുഡ് HR മാനേജർ. നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് കറക്റ്റായിട്ട് ഡിപ്ലോയ് ചെയ്യാനും ലിമിറ്റഡ് റിസോഴ്സ് സെറ്റിങ്ങിൽ വർക്ക് ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവ് നമുക്ക് ഭയങ്കരമായിട്ട് വേണം. അല്ലെങ്കിൽ ഒരു ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യാനുള്ളൊരു കഴിവ്. ഈ കഴിവുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടർക്കുള്ള കഴിവുകൾ തന്നെയാണ്. സോ ഇൻ ദാറ്റ് സെൻസ്, ഹാവിങ് ബിൻ എ ഡോക്ടർ, or rather saying that being a doctor, things are much easier when you come to the civil service. സാർ ഇപ്പം സാറിൻ്റെ ഒരു പോസ്റ്റിങ്ങിൻ്റെ ഇടയിൽ സാർ ഇത് പല കാര്യങ്ങളും വലിയ രീതിയിൽ ജനപ്രീതി പിടിച്ച് പറ്റുകയുണ്ടായി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയൊരു ഫാൻ ഫോളോയിങ് തന്നെ അത് ഉണ്ടാക്കി. പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഫാൻ ഫോളോയിങ് എപ്പോഴെങ്കിലും ഒരു തലവേദനയായി തോന്നിയിട്ടുണ്ടോ? ഒരു യാർഡ് സ്റ്റിക്ക് ഒരു സെറ്റ് ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? അതായത് ഇനി ഇപ്പം ഇത്ര ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ഇത്ര ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഇനി ഞാൻ എൻ്റെ ലെവലും ഉയർത്തണം എന്നൊരു രീതിയിൽ ഒരു ചിന്തകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു യാർഡ് സ്റ്റിക്ക് സെറ്റ് ചെയ്യുക എന്നുള്ള ദാറ്റ് ഈസ് എ വെരി പോസിറ്റീവ് തിങ്. കാരണം ഇപ്പം നമ്മൾ ചെയ്ത ജോലി തിരിച്ചറിയപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുന്നത്
കൂടുതൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക മികച്ച രീതിയിൽ വർക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനാണ്. സോ ദാറ്റ് ഈസ് ഐ കൺസിഡർ ഇറ്റ് എ വെരി പോസിറ്റീവ് തിങ്. കാരണം നെക്സ്റ്റ് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അതും ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ഓർ പ്രോബ്ലി അതും ക്രിട്ടിസൈസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഇഫ് ഇറ്റ്സ് നോട്ട് ഗുഡ് ഇനഫ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇറ്റ്സ് ഓൺലി ഗുഡ് ദറ്റ് പീപ്പിൾ ആർ ഫോളോയിങ് യു ആൻഡ് യുനോ കീപ്പിംഗ് എ ടാബ് ഓൺ യുവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. അത് നല്ലതാണ്. ബട്ട് അതിൻ്റെ ഫ്ലിപ്പ് സൈഡ് എന്താ പറഞ്ഞാൽ യുവർ പേഴ്സണൽ ലൈഫ് ഗോസ് ഫോർ എ റൈഡ്. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഐ മീൻ ഒരു സെലിബ്രിറ്റിയുടെ ഒക്കെ അവസ്ഥയിലേക്കൊന്നും എത്തിയിട്ടൊന്നും ഇല്ലെങ്കിലും ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് നമ്മളുടെ ഒരു പേഴ്സണൽ ലൈഫിൽ ഈ ആളുകൾ കടന്നു കയറുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ദേ ആർ ജസ്റ്റ് ഹാപ്പി സീയിങ് യു അറൗണ്ട്. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളെ കണ്ടു എന്ന് പറഞ്ഞാൽ ദേ ജസ്റ്റ് ഹാപ്പി. നമ്മൾ ടി വിയിലും പേപ്പറിലും കണ്ട ഒരാൾ, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം, ഇങ്ങനൊരു നിലപാടെടുത്ത ഒരാളെ നേരിട്ട് കാണാൻ പറ്റുന്നു. അങ്ങനെ കാണുമ്പോൾ ഒന്ന് അഭിനന്ദിക്കാൻ തോന്നുന്നു. ദാറ്റ്സ് ഓൾ ഫൈൻ. അല്ലെങ്കിൽ ഒരു സെൽഫി എടുക്കാൻ തോന്നുന്നു, നിങ്ങൾ ഇന്നലെ എടുത്ത പോലെ. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫൈൻ. പക്ഷേ അത് നമുക്ക് ആസ് എൻ ഇൻഡിവിജ്വൽ ചില സമയങ്ങളിൽ യു വുഡൻ വോണ്ട് ദാറ്റ്. ബട്ട് ഓഫ് കോഴ്സ് യു ഡോണ്ട് ഹാവ് എ ചോയ്സ്. നമുക്ക് യു വാണ്ട് വൺ സൈഡ് ഓഫ് ഇറ്റ് ബട്ട് യു ഡോണ്ട് വോണ്ട് ദി അതർ സൈഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കില്ലല്ലോ. ഇത് സംഭവിച്ചു പോയി. സോ യു ഹാവ് ടു ആക്സെപ്റ്റ് ഇറ്റ് ഇൻ ടോട്ടാലിറ്റി, whatever it is that you're getting. Like I said, അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ഉള്ളതുപോലെ like everything in life it has a negative side to it, but you have to just accept it and move ahead. വേറെ ഒന്നുമില്ല. ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് രണ്ട് നേച്ചർ കാണും. ചിലർ ഇമ്പൾസീവായിട്ടൊരു തീരുമാനം എടുക്കുന്നത്, അതായത് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വന്നാൽ അപ്പോൾ ഒരു തീരുമാനം എടുക്കുക. രണ്ടാമത്തെ കൂട്ടം കുറേ ആലോചിച്ച് ഒരു തീരുമാനം അതൊരു സമയമെടുത്തായിരിക്കും എടുക്കുന്നത്. ഇതിൽ ഏതിലാണ് ശ്രീരാം വെങ്കിട്ടരാമൻ്റെ ക്യാരക്ടർ പെടുന്നത്? ഇമ്പൾസീവ് ആണോ അതോ കുറച്ചും കൂടി ടൈം എടുത്ത് ഒരു ഡിസിഷൻസ് എടുക്കുന്നത്? അത് സാഹചര്യം അനുസരിച്ചിരിക്കും. വെൻ യു റിയലി ഹാവ് ദ ടൈം ടു നമ്മുടെ ഇവിടുത്തെ സർജറിയിൽ ഇപ്പോൾ സുന്ദരമുണ്ട്. ഹീസ് എ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഹിയർ നോ, ഹി വിൽ ടെൽ യു ബെറ്റർ. ഒരു എമർജൻസി സർജറിയും ഒരു ഇലക്ടീവ് സർജറിയും ചെയ്യുന്ന പോലെ ഒരു ഡിഫറൻസ് ആണ്. നമുക്ക് പ്ലാൻ ചെയ്യാനുള്ളൊരു സമയം ഉണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തേ ചെയ്യാൻ പാടുള്ളൂ. സി, ഗിവൺ എ ചോയ്സ്, ഗിവൺ എൻ ഓപ്ഷൻ, would you do it in a planned manner or will you wait for the last moment and then take an impulsive decision? No, you have to plan it. സംശയമില്ല. പക്ഷേ ഒരു ഡോക്ടറിൻ്റെ ലൈഫിലായാലും ഒരു IASകാരൻ്റെ ലൈഫിലായാലും ഏതൊരു വ്യക്തിയുടെ ലൈഫിലായാലും there are moments when you will have to take a split second decision. അങ്ങനെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യത്തിൽ യു ഷുഡ് ഓൾസോ ബി റെഡി ടു ഡു ദാറ്റ്. അപ്പോൾ എനിക്ക് പറ്റില്ല, എനിക്ക് 2 മണിക്കൂർ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ദാറ്റ്സ് എ ഫെയിലിയർ. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ആർക്കും ഇല്ല, പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കില്ല. അപ്പോൾ സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷൻ എടുക്കാനും നമ്മൾ റെഡി ആയിരിക്കണം. അതേസമയം എല്ലാം സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷൻസ് ആയി പോകാനും പാടില്ല. പ്ലാൻ ചെയ്യാൻ സമയമുള്ള ഒരു സാഹചര്യത്തിൽ പ്ലാൻ ചെയ്തും ചെയ്യണം. സോ യു ഷുഡ് ബി ഗുഡ് അറ്റ് ബോത്ത്. ഇറ്റ്സ് എ ബാലൻസ് ബിറ്റ്വീൻ there are people who are very good at taking എന്താ പറയുക സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷൻസ്. ഒരു ഷോർട്ട് നോട്ടീസിൽ ഒരു തീരുമാനം എടുക്കാൻ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ അതേ ആളുകൾ ചിലപ്പോൾ ഒരു പ്ലാൻഡ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർ ചിലപ്പോൾ അത്ര ഒരു സക്സസ്ഫുൾ ആയിരിക്കില്ല. നേരെ മറിച്ചുള്ള ആളുകളുണ്ട്, കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അതേസമയം പെട്ടെന്നൊരു പേഷ്യൻ്റ് വന്നു, ഒരു അബ്ഡോമിനൽ ഇഞ്ചുറി ആയിട്ട് വന്നു, അയാളെ പെട്ടെന്ന് ഇപ്പോൾ എമർജൻസി OT കയറ്റിയിട്ട് ഒരു കേസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫെയിലിയർ ആയിരിക്കും അവർ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ബാലൻസ് ആണ് ശരിക്കും ഒരു പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ തീരുമാനങ്ങൾ എങ്ങനെ നമ്മൾ സമയമുള്ള സാഹചര്യത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ബാലൻസ് ആണ്. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ പ്ലാൻഡ് ആയിട്ടുള്ള, ഇപ്പം സാറ് തന്നെ ഒരു കരിയറിൻ്റെ ഒരു തുടക്കഘട്ടത്തിലൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു, കൃഷ്ണൻ സാറിൻ്റെ കൂടെ ചെയ്തതാണ്. ശബരിമല പോലുള്ള ഒരു വലിയൊരു തീർത്ഥാടന കേന്ദ്രത്തിലെ പ്ലാസ്റ്റിക് ബാൻ. ഈ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എല്ലാ വർഷവും ഒഴുകുന്ന സ്ഥലത്ത് പ്ലാസ്റ്റിക് ബാൻ നടത്താനുള്ള തീരുമാനം ഒരുപാട് എതിർപ്പുകൾ ആദ്യം നേരിട്ടായിരുന്നു. പിന്നീട് ഹൈക്കോടതിയിലെ ഉത്തരവ് വന്ന ശേഷമാണ് അത് ഏകദേശം ലീഗലൈസ്ഡ് ആയത്. അപ്പോൾ അന്ന് ഈ ഇത്ര വലിയ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് വിജയമാകും എന്ന് വിചാരിച്ചിരുന്നു? അതിൻ്റെ ഫോളോ അപ്പ് നടത്തിയിരുന്നു എന്തെങ്കിലും പിന്നീട്? വിജയമാകുമെന്ന് വിചാരിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല, അത് അട്ടർ ഫെയിലിയർ ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അത് ഇതേപോലെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷൻ ആയിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം ഇതേപോലെ ഞങ്ങളൊരു ദിവസം ഞാനും ഹരികിഷോർ സാറും റൂമിലിരിക്കുകയാണ്. അപ്പോൾ സാറിങ്ങനെ പറഞ്ഞു, നമുക്ക് ശബരിമലയിൽ എന്തെങ്കിലും ചെയ്യണം. ശബരിമല ഓൾറെഡി കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആസ് കളക്ടർ ശരിക്കും പറഞ്ഞാൽ റോള് വളരെ ലിമിറ്റഡാണ്. അത് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കരമാണെന്ന് വിചാരിക്കുമെങ്കിലും ശബരിമലയിലെ കളക്ടർ റോള് സാനിറ്റേഷൻ, അങ്ങനെ കുറച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒക്കെ ഉള്ളൂ. എന്താ ശബരിമല ചെയ്യാൻ പറ്റുക നമുക്ക്, നമ്മുടെ ഒരു ലിമിറ്റഡ് സ്കോപ്പ് വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഹരികിഷോർ സാർ തന്നെ പറഞ്ഞു, നമുക്ക് പ്ലാസ്റ്റിക്കിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ എടുത്തൊരു തീരുമാനമാണ് ആൻറ്റി പ്ലാസ്റ്റിക് ക്യാമ്പയിൻ ശബരിമല എന്ന് പറഞ്ഞ് ഒരു വലിയൊരു പ്രോജക്റ്റായി മാറിയത്. ദ ഡിസിഷൻ വാസ് സ്പ്ലിറ്റ് സെക്കൻഡ്. പക്ഷേ അതിൻ്റെ പ്ലാനിങ് ഭയങ്കര ഒരു ലോങ് ടേം സാധനമായിരുന്നു. ബിക്കോസ് അത് നിങ്ങളിലാരും അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്കൊന്നും പോയി കാണത്തില്ല, ബിക്കോസ് ഇറ്റ് ഇസ് സംതിങ് ഇറിലവൻറ്റ് ടു യു. അതിനകത്ത് കുറേ ഒരു 10 ഇന്നോവേറ്റീവായിട്ടുള്ള സ്റ്റെപ്സാണ് ഞങ്ങൾ ചെയ്തത്. അത് ആ 10 കാര്യവും ഇതിനു മുമ്പ് അവിടെ ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അവിടെ ചെറിയ രീതിയിൽ ചെയ്ത
ഓരോ ഇൻ്റർവെൻഷൻസിനെ ഒരു വളരെ സയൻറ്റിഫിക്കായിട്ട് സ്റ്റഡി ചെയ്ത് എങ്ങനെ അതിന് ഇമ്പാക്റ്റ് മാക്സിമൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഡിസൈൻ ചെയ്ത ഒരു 10 കാര്യങ്ങളാണത്. ഒരു 10 സ്റ്റെപ്സാണ് അതിനകത്തെ മെയിൻ കോമ്പണൻറ്റ്. പക്ഷേ ആ 10 കാര്യങ്ങളും പുതിയ കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എൻറ്റയർലി ന്യൂ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ആളുകൾ എവിടെയും ചെയ്തതായിട്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു എവിഡൻസ് ഇല്ല. യു ഡോണ്ട് ഹാവ് എവിഡൻസ് ടു സപ്പോർട്ട് യുവർ കൺവിക്ഷൻ. അപ്പോൾ ഒരു കൺവിക്ഷൻ്റെ പുറത്ത് ഇങ്ങനെ പോയി, ബിക്കോസ് വേറെ ആരും എന്തായാലും ഒന്നും ചെയ്യുന്നില്ല, ആസ് ഇറ്റ് ഈസ് ഒന്നും നടക്കുന്നില്ല, സോ ലെറ്റ്സ് ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഞങ്ങളൊരു പൈലറ്റ് റൺ ചെയ്തു. ദാറ്റ് ഈസ് വൺ ഗുഡ് തിങ് വി ഡിഡ്. ഞങ്ങളൊരു 1 വീക്ക്, ഒരു മാസപൂജയ്ക്ക് ഒരു 5 ദിവസം അല്ലെങ്കിൽ 1 വീക്ക് നമ്മളൊരു പൈലറ്റ് ചെയ്ത് നോക്കി. ആ പൈലറ്റ് അത്യാവശ്യം സക്സസ്ഫുൾ ആയിരുന്നു. നമുക്ക് എല്ലാം മാനേജ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലാണെന്ന് മനസ്സിലായപ്പോഴാണ് ദെൻ വി സ്കെയിൽ ഇറ്റ് അപ്പ് ടു ദി എൻറ്റയർ 2 months. പിന്നെ അത് അതിൻ്റെ അടുത്ത വർഷമൊക്കെ സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നത്. ടു സെർട്ടൺ എക്സ്റ്റെൻറ്റ് സക്സസ്ഫുൾ ആണ്. അതിലെ എല്ലാ കോമ്പോണൻസും ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇറ്റ് ഈസ് റണ്ണിങ് വെൽ നോ. അതിനുശേഷമാണ് ഞങ്ങളുടെ സെക്കൻഡ് ഇയർ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞപ്പോഴാണ് ഹൈക്കോടതി അവിടുത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ബാൻ ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയതൊക്കെ. സോ അങ്ങനത്തെ കുറേ പോസിറ്റീവ് സപ്പോർട്ട്സ് നമുക്ക് പുറത്തുനിന്നും കിട്ടി. അതിനുശേഷം ഒരു സാറിപ്പം ഈ ശബരിമലയുടെ കാര്യം പറഞ്ഞു. ഇപ്പം അതിന് ഒരുപാട് ഈ സ്പ്ലിറ്റ് സെക്കൻഡിലാണ് തീരുമാനമെടുത്തത്, പിന്നീട് ഒരുപാട് പ്ലാൻ ചെയ്ത് എടുത്തതെന്ന് പറഞ്ഞു. ഇപ്പോൾ സാർ ഇരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായിട്ടാണ് ഇരിക്കുന്നത്. അതിൽ സാർ തന്നെ പറയുകയുണ്ടായി, ഏകദേശം 83ഓളം കമ്പനീസിനെ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടി, അതായത് നമ്മുടെ ഒരു എക്കോണമി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഫങ്ഷനിങ്. അപ്പം ഈ റോൾ ഉള്ള ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും? അതിലെന്തൊക്കെയാണ് ഈ ഇപ്പോൾ പുതിയ ഏറ്റെടുത്തിരിക്കുന്ന റോളിൽസുള്ള ചാലഞ്ചസ്? ഇപ്പോഴത്തെ റോളിൽ മെയിൻ കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പ്രൊഫഷണൽ കോളേജിൽ മെഡിസിൻ പഠിച്ച ആളുകളാണ്. നമ്മൾ കോളേജിൽ വരുമ്പോഴേ അറിയാം, വി ആർ കൺസിഡർഡ് ദ ക്രീം ഓഫ് സൊസൈറ്റി അല്ലേ. നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് ക്രീം ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിൽ ഏറ്റവും ബുദ്ധിയുള്ള, ഏറ്റവും ഇൻ്റലക്ച്വലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും കഴിവുള്ള കുട്ടികളാണ്. അതിൻ്റെ ആ സ്പെക്ട്രത്തിൻ്റെ ഒരുപാട് താഴെ നിൽക്കുന്ന കുറേ ആവറേജ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഹൂ ക്യാൻ ഫോർ വേരിയസ് റീസൺസ്, നോട്ട് ജസ്റ്റ് ബിക്കോസ് ദേ ആർ നോട്ട് കേപ്പബിൾ, ഫോർ വേരിയസ് റീസൺസ് ഒരു പ്രൊഫഷണൽ ഡിഗ്രിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു മെഡിസിനോ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ആളുകളുണ്ട്. അവരൊന്നും ഇൻ്റലക്ച്വലി ബാക്ക്വേർഡ് ആയതുകൊണ്ടല്ല, ബട്ട് ഫോർ വേരിയസ് അതർ സോഷ്യൽ റീസൺസ് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. എക്സ്പോഷർ ഇല്ലായ്മയാവാം, സാഹചര്യമാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ ലാർജ് ചങ്ക് ഓഫ് പീപ്പിൾ, അങ്ങനത്തെ ഒരു ലാർജ് ചങ്ക് ഓഫ് ആളുകൾ ശരിക്കും കേരളത്തിലെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞൊരു ഒരു നെറ്റ്വർക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ITI എന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. അവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2 year or 1 year കോഴ്സ് ഉണ്ട്. ഇൻഡസ്ട്രിക്ക് നേരിട്ട് ആവശ്യമുള്ള ചില കോഴ്സുകൾ, ലൈക്ക് ഫോർ എക്സാമ്പിൾ മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് അല്ലെങ്കിൽ സർവേയർ. ഇതൊന്നും നമ്മളെപ്പോലെ 6 വർഷം 8 വർഷം പഠിക്കേണ്ട കാര്യമില്ല. 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഡ്രാഫ്റ്റ്സ്മാൻ. അപ്പോൾ അങ്ങനത്തെ കുറേ കോഴ്സുകൾ പഠിച്ച് ഇൻഡസ്ട്രിയെ നേരിട്ട് എന്താ പറയുക, ഈ ഫസ്റ്റ് ലെവലായിട്ട് നമ്മുടെ ഇവിടെ തന്നെ കുറേ ടെക്നീഷ്യൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതേപോലത്തെ ഇൻഡസ്ട്രിയിലെ ഒരു ഫസ്റ്റ് ലെവൽ ആയിട്ട് ഏറ്റവും കട്ടിങ് എഡ്ജിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ITIസിലൂടെ പഠിച്ചു വരുന്ന കുട്ടികൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് റൺ ചെയ്യുന്ന ഒരു ഹ്യൂജ് സിസ്റ്റമാണ്. 84 ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഗവൺമെൻറ് തന്നെ റൺ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഒരു 10-200ഓളം എണ്ണം പ്രൈവറ്റ് ITIs ഉണ്ട്. എല്ലാം കൂടെ ഒരു 70,000-75,000 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ആ നമ്പർ വിച്ച് ഇസ് മച്ച് ബിഗർ ദെൻ ദ നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഓർ എഞ്ചിനീയേഴ്സ്. അപ്പോൾ അങ്ങനെ ഇത്രയും വലിയൊരു നമ്പർ ഓഫ് കുട്ടികൾ അവരുടെ ആ കരിക്കുലം ഇസ് മോറർലെസ് സെറ്റ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ അവരുടെ ആ ഒരു കോഴ്സ് റൺ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ജോലി. അപ്പോൾ എന്ത് രീതിയിൽ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് ഒരു ഡോക്ടർ ഓർ എഞ്ചിനീയറിന് ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയാൽ ഒരു ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇൻഫാക്ട് ഇപ്പോഴും നമ്മളൊരു ഡെഫിസിറ്റിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് മെഡിസിനൊക്കെ. ഇനിയും കൂടുതൽ ഡോക്ടർ വന്നാൽ അത്രയും നല്ലത്. പക്ഷേ ആ കുട്ടികളുടെ കാര്യം അങ്ങനെയല്ല. ബിക്കോസ് അവർക്ക് കിട്ടുന്ന ഇപ്പം നമ്മളിൽ പലർക്കും ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ അതിന് കിട്ടുന്ന പ്രാധാന്യം വളരെ കുറവാണ്. എന്തോ പഠിക്കുന്നു, എന്തോ പഠിപ്പിക്കുന്നു, എങ്ങനെയോ പഠിച്ചിറങ്ങുന്നു, എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഒരു 5,000 രൂപ. അതായത് ആവറേജ് സാലറി ഒരു 7,000-8,000 റുപ്പീസാണ് പെർ മന്ത് ഇതിൽ നിന്ന് വരുന്നൊരു കുട്ടിക്ക്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള സ്കിൽസ് അല്ല ആ കുട്ടി പഠിക്കുന്നത്. ആ കുട്ടി പഠിച്ചിറങ്ങുന്ന ആ ഒരു ബേസിക് ഡിഗ്രി, ആ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് ആ കുട്ടിയെ ജോലിക്ക് എടുക്കുന്നത്. എന്നിട്ട് ആ കുട്ടിയെ ആ ഇൻഡസ്ട്രി തന്നെ ട്രെയിൻ ചെയ്ത് ശരിയാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വാല്യൂ അഡീഷൻ വളരെ കുറവാണ്. ഈ ഒരു വർഷം 2 വർഷം. അപ്പോൾ എങ്ങനെ ആ വാല്യൂ അഡീഷൻ കൂട്ടാം, എങ്ങനെ ഈ ദേ ആർ കോൾഡ് ട്രേഡ്സ്. അപ്പോൾ എങ്ങനെ ഈ ട്രേഡ്സിനെ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള രീതിയിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഈ ട്രേഡ്സിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ മോഡേണൈസ് ചെയ്യാം, അല്ലെങ്കിൽ റീവാമ്പ് ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെ അവർക്ക് ഇൻഡസ്ട്രിയൽ ലിങ്കേജ് കൊടുക്കാം ഡ്യൂറിങ് ദ ട്രെയിനിങ്, എങ്ങനെ അവരുടെ പ്ലേസ്മെൻറ്റ് ഉറപ്പുവരുത്താം, അപ്പോൾ എങ്ങനെ അവരുടെ സ്കിൽസിനെ ഇതിനകത്ത് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ എൻഹാൻസ് ചെയ്യാം. അപ്പം അങ്ങനത്തെ കുറേ വളരെ
എന്താ പറയുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ ഒരു ഫിലോസഫിയിലൂടെ കടന്നു പോകുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് പ്ലേസ്, വെരി എക്സൈറ്റിംഗ് ജോബ്. ഹാവിങ് സെഡ് ദാറ്റ്, നമുക്കൊന്നും കിട്ടുന്നൊരു പ്രാധാന്യം അതിന് കിട്ടാത്തത് കൊണ്ട് തന്നെ ഗെറ്റിംഗ് തിങ്സ് ഡൺ ഈസ് വെരി ഡിഫിക്കൾട്ട്. ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിവിടെ വിചാരിക്കുന്നത് പോലെ ഇപ്പോൾ നാളെ ഇപ്പോൾ ശ്രീനാഥ് സാറ് പറയാണ് നമുക്ക് ഇവിടെ ICUവിൽ 4 വെന്റിലേറ്റർ വേണം, അല്ലെങ്കിൽ ഇപ്പോൾ വെന്റിലേറ്റർ പറഞ്ഞാൽ പ്രശ്നമല്ല സാർ, വേറെ എന്തെങ്കിലും വേണോ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഡൺ. പക്ഷെ അവിടെ അങ്ങനെയല്ല. എനിക്ക് ഇന്ന സ്ഥലത്ത് ഇപ്പോൾ പുതിയ ടെക്നോളജി വെച്ച് പഠിക്കാൻ പറ്റിയൊരു ലേത്ത് വേണം, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി വെച്ച് പഠിക്കുന്ന ഒരു ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ വേണമെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് 5 years. അപ്പോഴത്തേക്കും ഞാൻ പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട സാധനം പഴയ ടെക്നോളജി ആയി. അപ്പോഴത്തേക്ക് അടുത്ത ടെക്നോളജി വന്നു. സോ എന്താ റിഫ്രഷ് റേറ്റ് ഓഫ് ടെക്നോളജി ദീസ് ഡേയ്സ് ഇസ് വെരി ഫാസ്റ്റ് അല്ലേ. നമ്മളൊന്ന് ഒരു പ്രാവശ്യം കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അടുത്ത ടെക്നോളജി ആയി, മെഡിസിനിലായാലും എവിടെയായാലും. ആ ഒരു സാഹചര്യത്തിൽ വെൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് മൂവിങ് വെരി സ്ലോ, then there is a paradox there. അപ്പോൾ ആ പാരഡോക്സിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതും എൻ്റെ ജോലിയുടെ ഒരു വലിയ പാട്ടാണ്. കമ്മിങ് ടു ബ്രോഡർ ആസ്പെക്ട്, ഇപ്പം നമുക്ക് 2 ഇൻസിഡൻസ് പറയാം. ദുർഗ നാഗ്പാൽ നമ്മുടെ നോയിഡയിലെ സാൻ മാഫിയക്കെതിരെ പ്രവർത്തിച്ചതിന് സസ്പെൻഡ് ചെയ്യപ്പെടുകയുണ്ടായി. അതുപോലെ DK രവി ബാംഗ്ലൂരിലെ കോളാർ മൈൻസിനെതിരെയുള്ള ആക്ടിവിസം കാരണം പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയുണ്ടായത്. ഒരു കോമൺ നോഷൻ നിലനിൽക്കുന്നുണ്ട് ദാറ്റ് ഇന്ത്യ ഈസ് നോട്ട് എ കൺട്രി ഫോർ ഔട്ട്റൈറ്റ് ബ്യൂറോക്രാറ്റ്സ്. എന്താണ് സാറിന് അതിനെക്കുറിച്ചുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഒരു പേഴ്സ്പെക്റ്റീവ്? DK രവിയുടെ കാര്യം പറഞ്ഞെന്തിനാ, പണി കിട്ടുമോ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. സി ദാറ്റ്സ് ഓൺലി എ വെരി നാരോ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്. സി ഇപ്പോൾ ദുർഗ നാഗ്പാലിൻ്റെ കാര്യമായാലും രവിയുടെ കാര്യമായാലും വേറെ ഒരുപാട് പേരുടെ കാര്യമായാലും ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്താലും, സി ഞങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടതിൻ്റെ കാരണം ബാക്കി ഓഫീസേഴ്സ് ജോലി ചെയ്യുന്നില്ല എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ഇപ്പോൾ ഞാൻ മൂന്നാർ പോലൊരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത്. സി എനിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ മൂന്നാർ ഗെറ്റ്സ് വൈഡ് സ്പ്രെഡ് അറ്റൻഷൻ. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൂന്നാർസ് ഹിസ്റ്ററി. അത് എൻ്റെ കഴിവോ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്ത ഒരു സമയത്തിൻ്റെ കഴിവോ ഒന്നുമല്ല. മൂന്നാറിൻ്റെ ചരിത്രം അങ്ങനെയാണ്. മൂന്നാറിൽ ആരെന്ത് ചെയ്താലും മൂന്നാറിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഐ അഡ്മിറ്റ് ദാറ്റ്. ബട്ട് ബിയോണ്ട് ദാറ്റ് അതിനൊരു റീസൺ ഉണ്ട്. അതിൻ്റെ ഹിസ്റ്ററി കാരണം തന്നെ, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് ലാൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് ആൻഡ് ദ വേ ദേ വർ ടാക്കിൾഡ് ഇൻ ദ പാസ്റ്റ്, അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ മൂന്നാറിൽ ഒരാൾ എന്ത് ചെയ്താലും ഇറ്റ് ഗെറ്റ്സ് അറ്റൻഷൻ. അതുകൊണ്ടാണ് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇത്ര ആളുകൾ അറിയുകയും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ഭൂരിഭാഗം കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്തതിൻ്റെ കാര്യം അതാണ്. പക്ഷേ ഇതിനേക്കാളും ഒരുപാട് മെച്ചപ്പെട്ട രീതിയിൽ ജോലി ചെയ്യുന്ന ഓഫീസേഴ്സ് കേരളത്തിൽ തന്നെയുണ്ട്. അവർക്കൊന്നും അറ്റൻഷൻ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എറണാകുളം കളക്ടർ, ഇപ്പോൾ നിങ്ങളെല്ലാവരും എറണാകുളത്ത് പോകുമ്പോൾ സെൻട്രൽ സ്ക്വയർ മോഡൽ സിനിമ കാണാൻ പോകാറുണ്ട്, അതെനിക്കറിയാം. സെൻട്രൽ സ്ക്വയർ മോഡൽ മൾട്ടിപ്ലക്സ് പൂട്ടാൻ പറഞ്ഞു എറണാകുളം കളക്ടർ, വിച്ച് ഇസ് എ ഹ്യൂജ് തിങ്. ഒരു 7 സ്ക്രീനോ 8 സ്ക്രീനുള്ളൊരു മൾട്ടിപ്ലക്സ്, ഇത്രയും വലിയൊരു ഹ്യൂജ് ബിസിനസ് ഗ്രൂപ്പിൻ്റെ സാധനം ക്ലോസ് ഡൗൺ ചെയ്യാൻ ഓർഡർ കൊടുത്ത് ക്ലോസ് ഡൗൺ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹൈക്കോടതികളും ആ വിധി അപ്ഹോൾഡ് ചെയ്തു. വിച്ച് ഇസ് മച്ച് ബിഗർ ദാൻ മീ എവിക്റ്റിംഗ് സം 5 cents ഓഫ് ലാൻഡ്. ഐ മീൻ വേയിങ് ഇറ്റ്, രണ്ട് സാധനവും വേ ചെയ്താൽ അതിൻ്റെ എക്കണോമിക് വാല്യൂ അല്ലെങ്കിൽ ദ വാല്യൂ ദാറ്റ് ഇസ് അട്രിബ്യൂട്ടഡ് ടു ഇറ്റ് ഇൻ ടേംസ് ഓഫ് ബെനിഫിറ്റ് ടു ദ പീപ്പിൾ ഇസ് മച്ച് ഹയർ ഓൺ ദിസ് സൈഡ്. പക്ഷേ എങ്കിലും അതിന് അറ്റൻഷനൊന്നും കിട്ടിയില്ല. അതൊരു വലിയ സംഭവമാവുകയോ ഒരു ചർച്ചയാവുകയും ചെയ്തിട്ടില്ല. അത് ഡെയിലി ന്യൂസ് പേപ്പറിൽ ആർട്ടിക്കിൾ വരുന്നുണ്ടെന്നല്ല, അതൊന്നും സംഭവിച്ചിട്ടില്ല. സോ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദ പ്ലേസ് യു ആർ വർക്കിംഗ് ഇൻ മോർ ദൻ എനിത്തിങ് എൽസ്. അപ്പോൾ ഇതിനേക്കാൾ നന്നായി വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സ് ഉണ്ട്. അല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇതേപോലെ ഒരു ദുർഗാശക്തി നാഗ്പാലോ അല്ലെങ്കിൽ ഒരു DK രവിയോ അല്ലെങ്കിൽ 3-4 പേര് മാത്രമല്ല നന്നായി ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ റിസ്ക് എടുത്ത് സോ കോൾഡ് റിസ്ക് ടേക്കിങ്ങിൽ താല്പര്യമുള്ള ആളുകൾ അവർ മാത്രമല്ല, എല്ലാവരും നന്നായി ജോലി ചെയ്യുന്നുണ്ട്. പീപ്പിൾ സ്റ്റാൻഡ് ബൈ ദർ കൺവിക്ഷൻ ഇൻ ജനറൽ, എസ്പെഷ്യലി ദ യങ്ങർ ബാച്ചസ് കമ്മിങ് ഇൻ റൈറ്റ് നൗ. ഇപ്പോൾ പ്രശാന്ത് സാറിനെ നിങ്ങൾ കേട്ടു, പ്രശാന്ത് സാർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം അറിയാം. അപ്പോൾ ഇപ്പോഴത്തെ ബാച്ചസിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് എനിമോർ ഡിപ്പെൻഡൻ്റ് ഓൺ ദ സർവീസ്. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് സർവീസിൽ വന്നത്. ഇനി ചെയ്യാൻ സമ്മതിക്കില്ലേ? ഞാൻ ഇതെല്ലാം കളഞ്ഞിട്ട് മറ്റേ സിനിമ പറഞ്ഞ പോലെ പഴയ വെള്ളക്കോട്ടും സ്റ്റെത്തും എടുത്തിട്ട് അങ്ങ് ഇറങ്ങിയാൽ പോരെ? വേറെ നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്കൊന്നും പേടിക്കാനില്ല. അപ്പോൾ അതുപോലത്തെ ആളുകളാണ് ഇപ്പോൾ സർവീസിൽ വരുന്നത്. നിങ്ങളെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ തന്നെ എൻ്റെ ബാച്ചിൽ തന്നെ 6 പേരിൽ 2 പേര് ഡോക്ടർമാരാണ്. ഞങ്ങൾ 2 പേർക്ക് നാളെ കളഞ്ഞിട്ട് പോയ ഒരു പ്രശ്നമില്ല. സോ വി ആർ നോട്ട് ഇൻ ദിസ് സർവീസ് ഫോർ എ ലൈവ്ലിഹുഡ് ഓർ ഇൻ ദ ലോങ് ടേം 30 വർഷം എനിക്കിവിടെ കടിച്ചു പിടിച്ച് നിന്നേ പറ്റുന്നുള്ള ചിന്തയൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് അതേപോലത്തെ ആളുകളാണ് എല്ലാവരും. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഹരികിഷോർ സാർ IIT എന്നുള്ള എഞ്ചിനീയറാണ്, പ്രശാന്ത് സാർ അഡ്വക്കേറ്റാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇതില്ലെങ്കിൽ വേറെ ഇഷ്ടംപോലെ കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വി ആർ നോട്ട് ഹിയർ ഫോർ ദ മണി ഓർ ഫോർ ദ നെയിം, ഇറ്റ്സ് ഓൺലി ഫോർ ദി ഓപ്പർച്യൂണിറ്റി.
ആ ഓപ്പർച്യൂണിറ്റി ഇല്ലയെന്ന് കാണുകയാണെങ്കിൽ ആ ഒരു സർവീസിൻ്റെ ഗ്ലാമർ പോകും. അപ്പോൾ ഇപ്പോഴും കൂടുതൽ ആളുകൾ സർവീസിലേക്ക് വരുന്നു എന്നുള്ളത് ആ സർവീസിൽ ഇപ്പോഴും ആ ഗ്ലാമർ ഉള്ളത് കൊണ്ടാണ്, ആ ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും നന്നായി വർക്ക് ചെയ്യാനുള്ള സ്പേസും കിട്ടുന്നുണ്ട്. ഓഫ് കോഴ്സ് മീഡിയ അറ്റൻഷൻ കൂടിയും കുറഞ്ഞിരിക്കും. മീഡിയ അറ്റൻഷനുള്ള കാര്യങ്ങളെ പുറം ലോകം അറിയുള്ളൂ, അത്രേ ഉള്ളൂ വ്യത്യാസം. കമ്മിങ് ടു ലൈറ്റർ സൈഡ്, യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഡോക്ടർ ശ്രീരാം വെങ്കിട്ടരാമൻ എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം യാത്രകൾ തന്നെ മനുഷ്യർ പല രീതിയിലാണ് നടത്തുന്നത്. ചിലർ ഒരു എസ്കേപ്പിസം ആയിട്ട് യാത്രകൾ കാണാറുണ്ട്, ചിലർ ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്യാൻ വേണ്ടി യാത്രകൾ നടത്താറുണ്ട്, മറ്റു ചിലർ പുതിയ കാഴ്ചപ്പാടുകളൊക്കെ കാണാനും അതുപോലെ തന്നെ പല കാര്യങ്ങൾ പഠിക്കുവാനും ഒക്കെ എല്ലാവരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ യാത്രകൾ നടത്താറുണ്ട്. ഇതിൽ യാത്ര നടത്തുന്ന ഡോക്ടർ ശ്രീരാം വെങ്കിട്ടരാമനിൽ ഏത് ബ്രീഡിൽ ഏത് കാറ്റഗറിയിൽ വരും? നിങ്ങൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്യാനും അല്ലെങ്കിൽ എസ്കേപ്പിസം ആയാലും ഒരു ബ്രേക്ക് ആയാലും സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയായാലും ഒക്കെ പല കാരണങ്ങൾ കൊണ്ട് യാത്ര ചെയ്യുന്നവരുണ്ടാവാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ട്രാവൽ ഫോർ ദ സേക്ക് ഓഫ് ട്രാവലിംഗ്. കാരണം നിങ്ങളൊരു പ്രത്യേക ഉദ്ദേശത്തോടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാത്രമേ കിട്ടൂ. ചിലപ്പോൾ അതും കിട്ടിക്കൊള്ളുന്നില്ല, യു മേ ഈവൻ ബി ഡിസപ്പോയിൻറ്റഡ്. ശരിയല്ലേ? ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഹിമാലയത്തിൽ പോയി അവിടെ ഉരുൾപൊട്ടലുണ്ടായി, എന്ത് സ്പിരിച്വാലിറ്റി? മനസ്സിലായില്ലേ? അതേപോലെ വെൻ യു ഗോ വിത്ത് എ വെരി സർട്ടൺ പർപ്പസ്, ഒരു സർട്ടൺ ഫോക്കസോടുകൂടി പോയി കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഡൂയിങ് സംതിങ് ലൈക്ക് ട്രാവലിംഗ്, ഒരു സിനിമ കാണുന്ന പോലെയാണ്. ഞാനൊരു സിനിമ കാണുമ്പോൾ ഇന്നൊരു ഉദ്ദേശത്തോടുകൂടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഐ മേ നോട്ട് എൻജോയ് ഇറ്റ്. അതിൽ നിന്നും പുറത്ത് വരുന്ന ഞാൻ മേ ബി sometimes even a worse person than the person who went inside the cinema hall. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ the product that is coming out of the factory should be a better one. അപ്പോൾ ട്രാവലിംഗ് അതുപോലെ തന്നെയാണ്. പ്ലീസ് ഡു ട്രാവലിംഗ് ഓൺലി ഫോർ ദ സേക്ക് ഓഫ് ട്രാവലിംഗ്. കാരണം യാത്ര ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. നിങ്ങളാരും പോകാത്ത ആളുകളൊന്നുമല്ല, എന്നേക്കാൾ കൂടുതൽ യാത്ര ചെയ്ത് ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും. യു മേ ഓൾ നോ ഇറ്റ് ബെറ്റർ ദൻ മീ. ആ യാത്ര ചെയ്യുമ്പോൾ ഇറ്റ്സ് ദ ജേർണി ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. ഒരു പോയം ഉണ്ട്, ഇറ്റ്സ് കോൾഡ് ഇത്തക്ക. It's a very famous poem. I don't remember it quite well, but it's something that you should all go back and read. The poem says how the journey is more important than the destination. ഭയങ്കര ഫേമസ് പോയമാണ്, ഭയങ്കര ഒരു ഇൻസൈറ്റ്ഫുൾ ഡീപ്പായിട്ടുള്ളൊരു പോയമാണ്. യു ഷുഡ് ഓൾ റീഡ് ഇറ്റ്. ഇത്താക്ക എന്നാണ് പേര്. അപ്പോൾ ഇറ്റ്സ് അബൌട്ട് ദിസ് പേഴ്സൺ. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഗ്രീക്ക് മിത്തോളജി പ്രോബ്ലി. അപ്പോൾ ഇറ്റ്സ് അബൌട്ട് ദിസ് പേഴ്സൺ ഹു ഈസ് ട്രാവലിംഗ് ടു ദിസ് ഐലൻഡ് കോൾഡ് ഇത്തക്ക. ആൻഡ് അബൌട്ട് ദി എക്സ്പീരിയൻസസ്. ആ യാത്രയിൽ, ആ ജേർണിയിൽ, ഈ ട്രാവലിംഗ് ഓൺ എ ഷിപ്പ് പ്രോബ്ലി, ആ ഷിപ്പിൽ പോകുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ചകളും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പോവാണ്. സോ ഫൈനലി ഇൻ ദ ലാസ്റ്റ് പാരഗ്രാഫ് അയാൾ ആ ഇത്തക്കയിൽ എത്തുന്നു. ഇത്തക്കയിൽ എത്തുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് ഇത്തക്ക എന്ന് പറയുന്നത് ഇത്തക്കയിലേക്കുള്ള യാത്രയാണ്. മനസ്സിലായോ? അല്ലാതെ അയാൾ ഇത്തക്കയിലേക്ക് പോകുമ്പോൾ ഞാൻ ഇന്ന സാധനങ്ങൾ കാണാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ചുറ്റിലും നടക്കുന്ന എക്സ്പീരിയൻസസ് അയാൾ ഉൾക്കൊള്ളാൻ പറ്റില്ല അയാൾക്ക്. മനസ്സിലായില്ലേ? അതിനെല്ലാം ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു പാസിംഗ് ഫിനോമിനായിട്ട് മാത്രം കാണുകയും ആ കാര്യങ്ങളൊന്നും അയാളുടെ മനസ്സിലേക്ക് ഇറങ്ങാതിരിക്കുകയും ചെയ്തേനെ. സോ ദിസ് പോയം ഇസ് സംതിങ് ദാറ്റ് എവറി ട്രാവലർ ഷുഡ് റീഡ്. ഭയങ്കര ഇൻ വൺ ഗോ ഇറ്റ് ഡിസ്ക്രൈബ്സ് വാട്ട് എ ജേർണി ഷുഡ് ബി or what travel is. That's what I also believe in. നമ്മൾ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഗുഡ് ഓർ ബാഡ്, എൻഡ് ഓഫ് ദി ഡേ എവറിത്തിങ് ഇസ് ഗുഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിന് ഓൾമോസ്റ്റ് എ ഇയർ അഗോ ഐ വെൻറ്റ് ടു ലഡാക്ക്. കഴിഞ്ഞ ഓണത്തിന് ഞാൻ ലഡാക്കിലായിരുന്നു. അപ്പോൾ അതിൽ 7 ദിവസം വി വർ ഓൺ എ മോട്ടോർ സൈക്കിൾ ബേസിക്കലി. സോ വി കവേർഡ് അറൌണ്ട് 1700 kilometers in 7 days. ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ബിക്കോസ് ആ 1700 ഒരു മോർ ദൻ 700-800 kilometers വാസ് ഓഫ് റോഡ്. യു ഡോണ്ട് ഹാവ് റോഡ്സ്. എല്ലാം കല്ലും ഗ്രാവലും ആറും ഐസും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു യാത്രയിലൂടെ പോകുമ്പോൾ ഡെഫിനറ്റ്ലി റൈഡിങ് ഇസ് നോട്ട് ദ മോസ്റ്റ് കംഫർട്ടബിൾ തിങ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഇൻഫാക്ട് നമ്മൾ രാവിലെ ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. സോ ദ ടെമ്പറേച്ചർ ഇസ് ബിലോ 0. പ്ലസ് നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വണ്ടി ഓടിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ് അടിക്കും. സോ വാട്ട് വി യൂസ് ടു ഡു ഇസ് ലിറ്ററലി ഒരു 50 കിലോമീറ്റർ കഴിയുമ്പോൾ കൈ ചൂടാക്കാൻ വേണ്ടിയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് സൈലൻസറിൽ കയറി പിടിക്കും. ആക്ച്വലി ബുള്ളറ്റിൻ്റെ സൈലൻസറിൽ ആ ഗ്ലൗസ് ഇട്ടിട്ട് സൈലൻസറിൽ കയറി പിടിക്കും ഒരു 15 മിനിറ്റ്, എന്നാലേ കൈ ചൂടാവുള്ളൂ. അതൊന്നും ഒരു സുഖകരമായ കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ലഡാക്കിൽ പോകുന്നത് അവസാനത്തെ പാങ്കോങ് ലേക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാം 3 Idiotsൽ പാങ്കോങ് ലേക്ക് ഉണ്ട്. പാങ്കോങ് ലേക്കിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയാണ് ഞാൻ ലഡാക്കിൽ പോകുന്നത് ആദ്യം ഫിക്സ് ചെയ്താൽ ദിസ് ബുള്ളറ്റ് റൈഡ് ഇസ് ഗോയിങ് ടു ബി ഹെൽപ്പ് ഫോർ യു. അല്ല, ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചെയ്യുക പോലും ഇല്ല. ഞാനൊരു വണ്ടി എടുത്തിട്ട് AC ഇട്ട് അങ്ങോട്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ യു ഷുഡ് കീപ്പ് യുവർ ഓപ്ഷൻസ് ഓപ്പൺ. യു ഷുഡ് കീപ്പ് യുവർ മൈൻഡ് ഓപ്പൺ ടു വാട്ട് എവർ ദറ്റ് കംസ് യുവർ വേ. അങ്ങനെ ഓപ്പണായിട്ട് വെച്ചിട്ട് ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആ കൈ തണുത്തതും ആ സൈലൻസറിൽ ഞാൻ അത്ര സന്തോഷത്തോടെ പറയുന്നത്, ആ ഒരു വേദനയോട് കൂടി അല്ലത് പറയുന്നത്.
ഇതൊക്കെ ചെയ്യാൻ പറ്റിയതും ലൈഫിൽ പ്രോബ്ലി 1 or 2 times മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഭൂരിഭാഗം പേരും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് ആ ജേർണി. ഈച്ച് സ്മോൾ തിങ്. ഞാനൊരു ഒരു റിവർ ക്രോസ് ചെയ്യായിരുന്നു, പാർഷ്യലി ഫ്രോസൺ റിവറാണ്. സോ ദർ ഇസ് ഐസ് ഫ്ലോട്ടിങ് ഹിയർ ആൻഡ് ദെയർ, സംടൈംസ് ഇറ്റ്സ് വാട്ടർ, സംടൈംസ് ഇറ്റ്സ് സാൻഡ്. അങ്ങനെ റിവർ ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ മറിഞ്ഞു വീണു. സോ ഐ വാസ് സപ്പോസ് ടു ബി ദ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് റൈഡർ ഇൻ ദ ഗ്രൂപ്പ്. ബാക്കിയെല്ലാവരും ആദ്യമായിട്ട് ബുള്ളറ്റ് ഓടിക്കുന്ന ആളുകളാണ്. ഫസ്റ്റ് ടൈം അവിടെ വന്നിട്ട് ബുള്ളറ്റ് ഓടിക്കുന്ന 5 പേരും ഞാനും. അവരൊക്കെ കൂളായിട്ട് കടന്നുപോയി. ഇടയ്ക്ക് പോയാൽ ഞാൻ മറിഞ്ഞടിച്ച് വീണു ബുള്ളറ്റിൽ. പക്ഷെ എനിക്ക് എപ്പോഴും അത് ആലോചിക്കുമ്പോൾ ദാറ്റ് ഡിഡ് എ ലോട്ട് ടു മൈ സൈക്കി. അതുവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ അഹങ്കാരം കുറേയൊക്കെ പോയി. അതിന് സത്യമായിട്ടും ഐ മീൻ ഇമാജിൻ, ഞാൻ ഈ ഗ്രൂപ്പിൽ ഏറ്റവും നല്ല റൈഡർ ഗംഭീരമായിട്ട് പോകുന്നു. അവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എപ്പോഴാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓടിക്കേണ്ടത്, ഗ്രാവൽ വരുമ്പോൾ എന്ത് ചെയ്യണം, അപ്പ് ഹില്ലിൽ എന്ത് ചെയ്യണം, ഡൗൺ ഹില്ലിൽ ഗിയർ എങ്ങനെ ഡൗൺ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഞാൻ ഭയങ്കര ആധികാരികമായിട്ട് പണ്ട് വായിച്ചതൊക്കെ വെച്ച് തള്ളിക്കൊണ്ടിരിക്കുക. ഈ തള്ളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മറിഞ്ഞു കിടക്കുക റോട്ടിൽ. ഇമാരൊക്കെ കൂളായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ കുഴപ്പമില്ലല്ലോ അല്ലേ, ശരി ഓക്കെ. സോ ദാറ്റ് ഡസ് എ ലോട്ട് ടു വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. അതൊന്നും ഒരിക്കലും ഒരു ചുമ്മാ ഇതൊക്കെ ഭയങ്കര കടുംപിടുത്തം പിടിച്ച് മസിൽ പിടിച്ച് പോകുന്നവരൊക്കെ അത് കിട്ടില്ല. സോ വെൻ യു ആർ ഇൻ എ ജേർണി യു എൻജോയ് ദ ജേർണി. അല്ല ഞാൻ ഹിമാലയത്തിൽ പോയ സ്പിരിച്വൽ വെറുതെ ഇല്ല. ഞാൻ ഐ ഹവ് സീൻ അറ്റ്ലീസ്റ്റ് 10 parts ഓഫ് ദ ഹിമാലയസ്. ഒരു പീക്ക് സ്കെയിൽ ചെയ്യുന്നത് തൊട്ട് എല്ലാ ഹിമാലയൻ ട്രെക്ക് ചെയ്തിട്ടുണ്ട്, ഹിമാലയത്തിൽ ബുള്ളറ്റ് റൈഡ് ചെയ്തിട്ടുണ്ട്, ഹിമാലയത്തിൽ വണ്ടി ഓടിച്ച് പോയിട്ടുണ്ട്, ഹിമാലയത്തിലെ ലേക്സ് കണ്ടിട്ടുണ്ട്. ഐ ഹവ് സീൻ അറ്റ്ലീസ്റ്റ് 10-12 ഹയസ്റ്റ് പീക്സ്. ഒരു കാര്യമില്ല, ഒരു സ്പിരിച്വാലിറ്റി ഇല്ല കേട്ടോ. വെറുതെ ആയി പറയുന്നത്. ഹിമാലയം ഇങ്ങനെ നോക്കിയെന്നാൽ ഒന്നും തോന്നത്തില്ല. അത് ഈ പടത്ത് കാണുന്ന പോലെ ഒരു സാധനം, ഒരു മഞ്ഞുമലകൾ, അത്രേ ഉള്ളൂ. നത്തിങ് ബിയോണ്ട് ദാറ്റ്. ഈ സ്പിരിച്വാലിറ്റി ഹിമാലയത്തിൽ നോക്കി ഈ സ്പിരിച്വാലിറ്റി കിട്ടുന്നൊക്കെ ആളുകൾ ഈ പുസ്തകമൊക്കെ എഴുതും, തിരിച്ച് യോഗിയായിട്ടൊക്കെ തിരിച്ചു വരുമല്ലോ. അതൊക്കെ 10,000 പേരിൽ ഒരാൾ, 1,00,000 പേരിൽ ഒരാൾക്കേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഹിമാലയം പോവുക, അത് കാഴ്ചകൾ എൻജോയ് ചെയ്യുക. എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇറ്റ് ഷുഡ് നെവർ ബി മെഷറബിൾ. അതാണ് അതിൻ്റെ വേറൊരു കാര്യം. തിരിച്ചു വരുമ്പോൾ എനിക്ക് ഹിമാലയത്തിൽ ഈ പീക്ക് കണ്ടപ്പോൾ ഇന്ന കാര്യം കിട്ടി, ഈ ലേക്ക് കണ്ടപ്പോൾ വേറൊരു കാര്യം കിട്ടി, ഈ റോട്ടിൽ കൂടെ പോയപ്പോൾ മൂന്നാമതൊരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഇത് ലിസ്റ്റ് ചെയ്ത് അങ്ങ് തീർത്താൽ പോരെ. പക്ഷെ നേരെ മറിച്ച് ഹിമാലയത്തിൽ പോയാലൊക്കെ ഒരു കാര്യം ഡെഫിനറ്റ്ലി ഉണ്ടാവും. എത്രയൊക്കെ ഡിഫിക്കൽട്ട് ആണെങ്കിലും ദി ഏർജ് ടു ഗോ ബാക്ക്, അത് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് ഹിമാലയത്തിൽ മാത്രമല്ല, ദാറ്റ് ഏർജ് ടു ഗോ ബാക്ക് അഗൈൻ. ഇപ്പോൾ ലഡാക്ക് ഈ വർഷം ഓണത്തിനൊരു 10 ദിവസം അവധി. ഞാൻ വീണ്ടും ആലോചിക്കുക ലഡാക്കിൽ പോയാലോ. അതാ ശരിക്കും. അല്ലെ, ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു അനദർ പ്ലേസ്. എനിക്ക് പാങ്കോങ് ഒന്നുകൂടെ കാണണം, അല്ലെങ്കിൽ എനിക്ക് ആ ബൈക്ക് റൈഡ് ഒന്നുകൂടെ ചെയ്യണം, അല്ലെങ്കിൽ ആ ലേ എയർപോർട്ടിൽ ഒന്നുകൂടെ ഇറങ്ങണം. ആ ഒരു തോട്ട്, ദാറ്റ് അട്രാക്ഷൻ ദാറ്റ് ടേക്സ് യു ബാക്ക് ടു വെയർ യു വെയർ, ആ ഒരു പുള്ളാണ് ശരിക്കും ഒരു യാത്ര എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് റിക്വയർഡ് ടു സീ 10 ഡിഫറെൻറ്റ് പ്ലേസസ്. ഒരു സ്ഥലം കണ്ടാൽ മതി, ബട്ട് ഡു ഇറ്റ് ദ പ്രോപ്പർ വേ. അല്ലാതെ ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി ഇന്നൊരു ഫോക്കസോട് പോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ക്ലോസിംഗ് ദ ക്വസ്റ്റ്യൻ. IAS എന്ന് പറയുന്നത് മുമ്പ് ജനങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് ഒരു സ്റ്റേറ്റസിൻ്റെ, ഒരു പവറിൻ്റെ, ഒരു അധികാര ചിഹ്നമായിട്ടായിരുന്നു. ഓബ്വിയസ്ലി അട്രാക്ഷൻ വന്നു തുടങ്ങിയത് അതിനോടൊക്കെ ആയിരിക്കാം. പക്ഷേ ഇന്നത്തെ കാലത്ത് സാർ ഉൾപ്പെടുന്ന ഒരു യൂത്ത് വേവ് ഈ ഫീൽഡിലുണ്ട്. കുറച്ചും കൂടി സ്വീകാര്യരാണ്, കുറച്ചും കൂടി ആളുകൾ റോൾ മോഡൽസിനെ പോലെ നോക്കിക്കാണുന്നു. സ്വപ്നം കാണാൻ പഠിക്കുന്ന യുവാക്കൾക്ക്, യുവതികൾക്ക് എന്താണ് സാറിന് എന്താണ് അവരോട് പറയാനുള്ളത്? IAS ആസ്പിറൻസ്, ഈ കൂട്ടത്തിൽ IAS ആസ്പിറൻസ് ഉണ്ടോ? കാണേണ്ടതാണ്. ഷോ ഓഫ് ഹാൻഡ്സ് ആരെങ്കിലും ഉണ്ടോ? അയ്യോ, ഇതൊക്കെ പാർഷ്യലി ഞാൻ കാരണം കൂടിയാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആവരുത് കേട്ടോ. മെഡിസിൻ ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പ്രൊഫഷൻ. അത് വേഴ്സ്റ്റ് കേസിലല്ലാതെ അത് കളഞ്ഞിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഐ മീൻ ഹാവിങ് സെഡ് ദാറ്റ്, ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡോക്ടർക്ക് ഇൻഹറൻ്റ്ലി ഉള്ള കുറേ അഡ്വാൻറ്റേജസ്. ഡോക്ടർ ബിക്കമിങ് എ സിവിൽ സർവൻറ്റ് ഇസ് ഗുഡ് ഫോർ ദ കൺട്രി, ഡെഫിനറ്റ്ലി സോ. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും ഡോക്ടർമാരെ സമൂഹത്തിന് നഷ്ടമാവുമെങ്കിലും ഒരു പോസിറ്റീവ് സെൻസിൽ അവർ തിരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ എന്താ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, സിവിൽ സർവീസ് ഇസ് നോട്ട് ദി എൻഡ് ടു ഇറ്റ്. അതൊരു മീൻസാണ്. നമ്മൾ യാത്രയുടെ കാര്യം പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ദി എൻഡ്, ഇറ്റ്സ് എ ജേർണി. മനസ്സിലായോ? അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് പോയി കൾമിനേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിക്കാതിരിക്കുക. നമ്മൾ ആ ഒരു യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ, നമ്മുടെ ലൈഫിലുണ്ടാവുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അതാണ് സിവിൽ സർവീസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞു ഒരുപക്ഷെ ഇതിൻ്റെ പവറിനോ അല്ലെങ്കിൽ ലാൽ ബത്തിക്ക് വേണ്ടിയോ വന്നവരായിരിക്കാം നമ്മളിൽ പലരും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതാണ് എൻ്റെ എൻഡ്. ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു അച്ചീവ്. അല്ലെങ്കിൽ ഈ ഒരു പവർ സ്റ്റാറ്റസ് പൊസിഷനിലേക്ക് വരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ പോട്ടെ, എക്സ്ക്യൂസ് മീ, അല്ലെങ്കിൽ പോട്ടെ, ഈ പറഞ്ഞ പോലെ ഇന്നിന്ന ഇപ്പോൾ ആസ് എ ഡോക്ടർ എനിക്ക് വേണമെങ്കിൽ പറയാം, ഒരു ഹെൽത്ത് റിലേറ്റഡ് ഫീൽഡിൽ
ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഹെൽത്ത് സെക്രട്ടറി ആവുക എന്നുള്ളതായിരിക്കും എൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൽ വരുന്നതെങ്കിൽ യു വിൽ ബി എ ഫെയിലിയർ. ഞാനൊരു പക്ഷേ ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫീൽഡിലും ജോലി ചെയ്യാതെ 30 വർഷം തീർക്കുമായിരിക്കും. ഐ വിൽ ജസ്റ്റ് എക്സിറ്റ് ദ സർവീസ് വിത്തൗട്ട് ഈവൻ ഹാവിങ് ടച്ച്ഡ് ഹെൽത്ത് സെക്ടർ. അങ്ങനെ ആവാൻ എല്ലാ ചാൻസും ഉണ്ട്. ഒരുപാട് ഡോക്ടർമാർ ഈ സർവീസിൽ ഹെൽത്ത് സെക്ടറിൽ ജോലിയേ ചെയ്യാതെ റിട്ടയർ ചെയ്തവരുണ്ട്. അതുകൊണ്ടൊന്നും ഒരു ഗ്യാരണ്ടിയും ഇന്ന സ്ഥലത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്നോ, ഇന്ന സാഹചര്യത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നോ, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നോ ഉള്ളതിനെ സംബന്ധിച്ച് ഒരു ഗ്യാരണ്ടിയും ഈ സർവീസിലില്ല. അൺലൈക്ക് മെഡിസിൻ വേർ യു കെൻ മനസ്സിൽ ഫോക്കസ് ചെയ്ത് യു കെൻ ബിക്കം എ സർജൻ, ഒരു ന്യൂറോ സർജൻ ആവാം, ഒരു കാർഡിയോളജിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഓങ്കോ സർജൻ ആവാം, ഒക്കെ ആവാം. പക്ഷേ ഇതിലങ്ങനെയല്ല. ഈ IAS കയറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിവിൽ സർവീസ് IPS ആയാലും അങ്ങനെയാണ്, കയറിക്കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ജേർണി ഒട്ടും ചാർട്ടഡ് അല്ല. ഇറ്റ്സ് എ ടോട്ടലി അൺചാർട്ടഡ് ടെറൈൻ. അപ്പോൾ അങ്ങനെ ഒരു ടെറൈനിൽ വർക്ക് ചെയ്യുക. ബട്ട് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ദാറ്റ് ഞാൻ ആദ്യം പറഞ്ഞു 2 ആളുകളുടെ പേര്, ലക്ഷ്മി പ്രിയ ആൻഡ് സമീരൻ. ലക്ഷ്മി പ്രിയ ഇസ് നൗ വർക്കിംഗ് ഇൻ അസാം ആൻഡ് സമീരൻ ഇസ് വർക്കിംഗ് ഇൻ തമിഴ്നാടു. ഇവർ അടുത്ത 30 വർഷം കേരളത്തിൽ വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്താൽ ഒരു 5 years വർക്ക് ചെയ്യും, തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ സിവിൽ സർവീസ് എഴുതുന്നതൊക്കെ നല്ലതാണ്, IAS വരുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങൾ കണ്ണടച്ചിട്ടൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ഇന്ത്യയിലെ മോശം സംസ്ഥാനം ഏതാണെന്ന് ചിന്തിക്കുക. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അല്ലെങ്കിൽ ഏറ്റവും വർക്ക് ചെയ്യാൻ ഡിഫിക്കൾട്ട്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സംസ്ഥാനം ഏതാണെന്ന് ചിന്തിക്കുക. ആ സംസ്ഥാനത്ത് 30 വർഷം ജോലി ചെയ്യാൻ തയ്യാറാണോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. എങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാവൂ. ദിസ് ഈസ് വൺ തിങ് ദറ്റ് നോബഡി സേസ്. ഇതാരും പറയാറില്ല എവിടെയും. ബട്ട് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഈ സർവീസിൻ്റെ ഓൾ ഇന്ത്യ നേച്ചറുമായി ബന്ധപ്പെട്ട ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യം ഇതാണ്. കണ്ണടച്ചിട്ട് ഏറ്റവും മോശമായ സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ ആവും. അതൊന്നും മോശം സംസ്ഥാനങ്ങളല്ല, അത് നമ്മൾ പോയി കണ്ടാലേ അറിയുള്ളൂ. കാണാത്തവർക്ക് ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഡിഫിക്കൽട്ട് ഛത്തീസ്ഗഡോ നോർത്ത് ഈസ്റ്റിലെ ഏതെങ്കിലും സംസ്ഥാനം എടുത്തിട്ട് അവിടെ 30 വർഷം ജോലി ചെയ്യുന്നത് നിങ്ങളൊന്ന് കണ്ണടച്ച് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചിട്ട് ശരി 30 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തോളാം എന്ന് നിങ്ങളുടെ മനസ്സ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറയുവാണെങ്കിൽ then this is the service for you. You can definitely come. അപ്പോൾ അങ്ങനെ ഒന്ന് നിങ്ങളിപ്പോൾ ഈ എക്സസൈസ് ചെയ്താൽ തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചാൽ പൊങ്ങിയ കൈകളുടെ എണ്ണം കുറയുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് യാതൊരു സംശയമില്ല. കാരണം ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. വിൽ ബി അവേ ഫ്രം ഫാമിലി, നമ്മുടെ കുട്ടിക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടത്തില്ല, നമ്മുടെ വൈഫിന് ജോലി കിട്ടത്തില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നം. സർവീസ് വിട്ടു വന്നവരുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മനസ്സോടെ സർവീസിൽ വന്നുള്ള പ്രശ്നം എന്താണെന്നറിയോ? ആ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ആ ഒരു ഡിഫിക്കൽട്ട് സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു ഒരു സെൻസ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നമ്മളെപ്പോഴും ജോലി ചെയ്യുന്നത് നല്ല പോസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയോ, എങ്ങനെയെങ്കിലും ഡൽഹിയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകാൻ വേണ്ടിയോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കേരളത്തിലേക്ക് 5 വർഷം ഡെപ്യൂട്ടേഷനിൽ വരാൻ വേണ്ടിയോ, എങ്ങനെയെങ്കിലും സർവീസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊച്ചിൻ്റെ നല്ല സ്കൂൾ എവിടെയുണ്ടോ അവിടെ എനിക്ക് ജോലി ചെയ്യണം. ദാറ്റ് ഈസ് എ വെരി ഷാലോ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്. ഇപ്പോൾ ചെറുപ്പക്കാരെന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ കൊച്ചിയിൽ നല്ല സ്കൂളുള്ളതുകൊണ്ട് ഞാൻ കൊച്ചിയിൽ പോസ്റ്റിംഗ് ട്രൈ ചെയ്യുകയാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? മോശമല്ലേ? I mean, from the outside, what would you think of it? It's a very bad thing. എൻ്റെ മകൻ്റെ നല്ല എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഞാൻ പല ആളുകളുടെ കാല് പിടിച്ച് അല്ലെങ്കിൽ ആഗ്രഹമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്ത് ഞാനവിടെ പോസ്റ്റിംഗ് വാങ്ങിക്കുകയാണ്. ബട്ട് ദിസ് ഇസ് സംതിങ് മെനി പീപ്പിൾ ഡു ബിക്കോസ് ദേ വർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ ഫാക്ട് ദറ്റ് അവർക്ക് 30 വർഷം അവിടെ ജോലി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 25 വർഷം ജോലി. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ചോദ്യം ആദ്യം, ഐ തിങ്ക് ദാറ്റ് ഈസ് എ സിംഗുലർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സിവിൽ സർവീസ് വരുന്നതിന് മുമ്പ് ചോദിക്കേണ്ട ഒരു ചോദ്യം അതാണ്. ആഗ്രഹിക്കാത്ത ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ജോലി ചെയ്യാൻ തയ്യാറാണോ? 20-30 വർഷം തയ്യാറാണെങ്കിൽ പിന്നെ ഇതിനകത്ത് ഡിഫിക്കൽട്ടായിട്ട് വേറെ ഒന്നുമില്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഭയങ്കര വലിയൊരു ഒരു ബോക്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺസ് അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഇറ്റ്സ് എന്താ പറയുക, ഒരു ഭയങ്കര ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസുമാണ്. ദ ഹോൾ ട്രെയിനിങ് ആൻഡ് എവറിത്തിങ് ഇസ് എ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ്. യു കം ഔട്ട് എ വെരി ഡിഫറെൻറ്റ് പേഴ്സൺ ആൻഡ് എവറി ഡേ ഇറ്റ് കീപ്സ് ചേഞ്ചിങ് യു. മെഡിസിൻ പോലെ തന്നെ, ബട്ട് ടു എ ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ് ഈ ഒരു സർവീസ് ഓരോ ദിവസവും നമ്മളെ ഡൈനാമിക്കായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അറ്റ് ദി എൻഡ് ഓഫ് 30 years നമ്മൾ വിചാരിക്കാത്ത ഉയരങ്ങളിലേക്കും വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്കും നമ്മൾ എത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ അത് എൻഡ്യൂർ ചെയ്യാനുള്ള ഒരു മനസ്സ്, ആ ഒരു ഓപ്പൺനെസ്, ആ ഒരു ഓപ്റ്റിമിസം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് ആദ്യം ചോദിക്കുക. ഇഫ് ഇറ്റ് ഈസ് ദെയർ, ദെൻ there is nothing wrong in dreaming about it. There is no limits to your dream. That sums up the interview. Ladies and gentlemen, ഒരു സിവിൽ സർവീസ് ഓഫീസർ എന്ന പ്രോട്ടോടൈപ്പ് എങ്ങനെയാണ് എന്ന് ജനമനസ്സുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രോട്ടോടൈപ്പുകളൊക്കെ പൊളിച്ച് ചെയ്ത ഒരു മനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ടു ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ. താങ്ക് യു സർ ഫോർ സ്പെയറിംഗ് എ വാല്യുബിൾ ടൈം and coming back to us. Okay.